ഹലോ, ഗുഡ് ഈവനിങ്. മെയ് 4 കാത്തിരിപ്പാണ്. അതിന്റെ ദൈർഘ്യവും നീളവും ചുരുങ്ങി ഒറ്റ അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി 9 ദിവസം മാത്രം. കൂട്ടിയും കിഴിച്ചും കൈകഴച്ച മുന്നണികളും ക്യാമ്പുകളും നൽകുന്ന കണക്കുകൾ അനുസരിച്ച്, ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഹോട്ട് സീറ്റുകളിലെ മേൽക്കൈ ആർക്കാണെന്നാണ് 140 ബാറ്റിൽസ് ഈ സമയം പരിശോധിക്കുന്നത്. സ്വാഗതം 140 ബാറ്റിൽസിലേക്ക്. ഇന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഹോട്ട് സീറ്റുകളിലൊന്നായി തൃത്താലയിലെ സാധ്യതകളാണ്. തൃത്താലയിൽ എന്ത് സംഭവിക്കും എന്ന കണക്ക് കൂട്ടലുകളിലേക്കാണ് ആദ്യം 140 ബാറ്റിൽസ് പോകുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് ആദ്യം വരാം. MP രാജേഷ്, നിലവിലെ MLA, നിലവിലെ മന്ത്രി, LDF-ന് വേണ്ടി രണ്ടാം ഊഴം. VT ബൽറാം, നേരത്തെ 2 തവണ അവിടെ MLA ആയിരുന്ന VT ബൽറാം UDF-ന് വേണ്ടി വീണ്ടും രംഗത്തുണ്ട്. V ഉണ്ണികൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. അതാണ് സ്ഥാനാർത്ഥി ചിത്രം. ഇനി ഇക്കുറി തൃത്താലയിൽ ആര് വീടും ആര് വാഴും, അതിന്റെ സൂചനകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നോക്കൂ, അവിടെ 3 പേർ നിൽക്കുന്നുണ്ട്. അതിൽ നടുക്ക് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് ആരാണെന്ന് കുറെ കൂടി അടുപ്പിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് VT ബൽറാം തന്നെയാണ്. 46.50% വോട്ടുമായി VT ബൽറാം ഇക്കുടി തൃത്താല തിരിച്ചുപിടിക്കും എന്ന പ്രവചനത്തിലേക്കും എന്ന കണക്കുകൂട്ടലിലേക്കുമാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. MP രാജേഷ് 43.25% വോട്ടുമായി രണ്ടാം സ്ഥാനത്തേക്ക് പോകും. എന്ന് വെച്ചാൽ 3.25 വോട്ടിന്റെ വ്യക്തമായ ലീഡുമായി VT ബൽറാം തൃത്താല തിരിച്ചുപിടിക്കും എന്ന കണക്കുകൂട്ടലിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. V ഉണ്ണികൃഷ്ണൻ BJP സ്ഥാനാർത്ഥി 9.25% മാത്രം വോട്ട് തൃത്താലയിൽ നിന്ന് നേടുകയുള്ളൂ എന്ന ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് VT ബൽറാം വീണ്ടും തൃത്താലയിൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്ക്, അതിന്റെ കാര്യകാരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് അവിടെ UDF തിരിച്ചു വരുന്നു, എന്തുകൊണ്ട് മന്ത്രിമണ്ഡലത്തിൽ MP രാജേഷിന് അടിതെറ്റുന്നു എന്നതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആദ്യം പരിശോധിക്കേണ്ടത് പോളിംഗ് പെർസെന്റേജ് ആണ്. 2026 പോളിംഗ് 78.73%. 2021 നോക്കൂ, അത് 78.41%. പോളിംഗ് പെർസെന്റേജിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ശരി, ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ LDF പറയുന്നത് 2000 മുതൽ 5000 വരെ വോട്ടിന് ജയിക്കുമെന്ന അവകാശവാദമാണ് LDF അവിടെ ഉയർത്തുന്നത്. MP രാജേഷ് പറയുന്നു 2000-നും 5000-നും ഇടയിൽ ഞങ്ങൾ ജയിക്കുമെന്ന്. ഇനി UDF-ന്റെ അവകാശവാദത്തിലേക്ക് വരാം. UDF പറയുന്നു 5000 മുതൽ 10000 വരെ വോട്ടിന് അവർ ജയിച്ചു കയറുമെന്ന അവകാശവാദം UDF-ഉം VT ബൽറാമും മുന്നോട്ട് വയ്ക്കുന്നു. അതിനുള്ള കാരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. UDF എന്തുകൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കും? UDF നോക്കൂ, ഭിന്നതയിൽ രമ്യത. വലിയ പ്രശ്നങ്ങൾ അവിടെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, UDF-നകത്തുണ്ടായിരുന്നു 2021 എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ വന്നതാണ്. CV ബാലകൃഷ്ണനും ഒപ്പം VT ബൽറാമും ഒക്കെ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നു, UDF നേതൃത്വം കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഭിന്നത പരിഹരിച്ചത് കൊണ്ട് തന്നെ പരമ്പരാഗതമായി തൃത്താലയിൽ UDF-ന് അനുകൂലമായി വന്ന വോട്ടുകൾ ഇക്കുറി എങ്ങോട്ടും പോകില്ല എന്ന് UDF ക്യാമ്പ് പറയുന്നു. തോറ്റിട്ടും സാന്നിധ്യം എന്ന് വെച്ചാൽ VT ബൽറാം അവിടെ തോറ്റതിന് ശേഷവും മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നതേയില്ല. ഒരു തോറ്റ MLA എന്ന രീതിയിൽ 5 വർഷം തുടർച്ചയായി ആ നാടിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അനുകൂല ഘടകമായി വരും എന്ന പ്രതീക്ഷയാണ് അവിടെ തൃത്താലയിൽ UDF പങ്കുവയ്ക്കുന്നത്. ഇനി എന്തുകൊണ്ട് LDF-ന് അവിടെ അടിതെറ്റും? LDF അടിതെറ്റുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങളിലേക്ക് കൂടി വരണം. വികസന പ്രശ്നങ്ങൾ. 5 വർഷം MP രാജേഷ് അവിടെ മന്ത്രിയായിരുന്നു. പക്ഷെ മന്ത്രിയായി എന്നുള്ള നിലയ്ക്ക് ആ നാട് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വികസന നേട്ടങ്ങളിലേക്ക് അതിന് പോകാൻ പറ്റിയിട്ടില്ല. മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അലയടിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഇരയാകുന്ന മന്ത്രിമാരിൽ ആദ്യത്തെ 3 പേരെടുത്താൽ അതിൽ ഒരാളായിരിക്കും MP രാജേഷ് എന്ന വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളായിരിക്കും പ്രധാനമായും MP രാജേഷ് നേരിടാൻ പോകുക എന്ന പൊതുവിലയിരുത്തലാണ് അവിടെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഫീൽഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നീട് ഇനി 2024-ലും 2025-ലെയും തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. തൃത്താലയിൽ നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് 9203 വോട്ടിന്റെ ലീഡുണ്ട്. ഇനി 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മൊത്തം 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 5ഉം UDF-നൊപ്പമാണെന്നതും UDF-ന് അനുകൂലമായ ഘടകമാണ്. ഇനി ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി, വിലയിരുത്തലുകളുമായി ചേരുന്നു. സാജിദ്, എന്തുകൊണ്ട് തൃത്താലയിൽ ഇക്കുറി VT ബൽറാം, UDF-ന് എങ്ങനെ അവിടെ തിരിച്ചു വരാൻ കഴിയുമെന്ന ചോദ്യത്തിന് അവിടുത്തെ ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഒരു പൊതുവിലയിരുത്തൽ അനുസരിച്ച് എന്തെല്ലാം അനുകൂല ഘടകങ്ങൾ അവിടെ UDF-നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ LDF-നും രാജേഷിനും പ്രതികൂലമാകും? സാജി.
സൈഫുദ്ദീൻ, രണ്ട് വമ്പന്മാർ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല എന്നുള്ളത്. സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ കൊണ്ട് ഈ കേരളം ശ്രദ്ധിക്കുന്ന രണ്ട് നേതാക്കന്മാർ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ VT ബൽറാമിനെതിരെ ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം പട നയിക്കുകയും അത് പരസ്യമായി അവർ ഒരു ഗ്രൂപ്പ് യോഗം വിളിച്ച് VT ബൽറാമിനെ പരാജയപ്പെടുത്തണം എന്ന ആഹ്വാനം ചെയ്തിരുന്നു. ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. ഈ CV ബാലചന്ദ്രനും VT ബൽറാമും തോളോട് തോൾ ചേർന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്നത്. ഇത് UDFന് VT ബൽറാമിന് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നതിൽ സംശയമില്ല. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരം എന്ന ഒന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശക്തമായി അലയടിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃത്താലയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് MP രാജേഷ് എന്നത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് അലയടിക്കും. UDF പ്രതീക്ഷിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഈ ഭവന നിർമ്മാണത്തിൻ്റെ ഈ വിവിധ പെർമിറ്റിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചതടക്കം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും ഈ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല. അവർ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പിന്തുണ നൽകുന്നത് LDFനാണ്. എന്നാൽ SDPIയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. അതുകൊണ്ട് SDPIക്ക് അവരുടെ വോട്ടുകളെങ്കിലും പൂർണ്ണമായി പിടിക്കണം ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ. അതുകൊണ്ട് SDPIയുടെ വോട്ട് എന്തായാലും MP രാജേഷിനോ ഇല്ലെങ്കിൽ VT ബൽറാമിന് എന്തായാലും ലഭിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് അതിനു മുൻപ് ലഭിച്ചതിനേക്കാൾ വോട്ട് കുറവായിരുന്നു. ഇത് MP രാജേഷ് പിടിച്ചു എന്നുള്ളതാണ് VT ബൽറാമും UDFും പറയുന്നത്. എന്നാൽ ഇത്തവണ സംസ്ഥാന വൈസ് പ്രസിഡന്റായ BJPയുടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പിടിക്കും എന്ന് UDF കണക്ക് കൂട്ടുന്നു. അതായത് കഴിഞ്ഞ തവണ VT ബൽറാമിന് ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധിയും ഇത്തവണ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് VT ബൽറാമിന് ഗുണകരമായൊരു വസ്തുതയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോൾ 8-ൽ 5 UDFന് ഒപ്പമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് അവിടെ മേൽക്കൈയുള്ളത്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ LDFന്റെ വിലയിരുത്തലിൽ തന്നെ ഭൂരിഭാഗം ഈ UDFനൊപ്പം നിൽക്കുമ്പോഴും നാഗലശ്ശേരി തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അതായത് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ആദ്യ ഈ 6 പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ 4000-ലധികം വോട്ടിന്റെ ലീഡ് VT ബൽറാമിന് ഉണ്ടെങ്കിൽ VT ബൽറാം ഉറപ്പായും ജയിക്കും. ഇല്ല, അത് ഒരു 3000-ൽ താഴെയാണെങ്കിൽ നാഗലശ്ശേരിയിലൂടെ MP രാജേഷ് അതിനെ മറികടക്കും. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ VT ബൽറാം വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രവചിക്കുന്നത്. യെസ്, അപ്പോൾ 3.4% വോട്ടിന്റെ കൃത്യമായ വ്യത്യാസത്തിൽ അവിടെ VT ബൽറാം തൃത്താലയിൽ തിരിച്ചു വരുമെന്ന പ്രവചനമാണ് 140 ബാറ്റിൽസ് നടത്തുന്നത്. പ്രത്യേകിച്ചും ഇത് പക്ഷേ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമോ ഭരണാനുകൂല തരംഗമോ ഉള്ള സ്റ്റേച്ചറിലല്ല നമ്മൾ ഈ പ്രവചനം നടത്തുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരു നോർമൽ ഇലക്ഷൻ നടന്നാൽ തൃത്താലയിൽ എന്ത് സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിലേക്ക് മാത്രമാണ് 140 ബാറ്റിൽസ് എന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ സ്വാഭാവികമായും VT ബൽറാമിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. ഇനി അതല്ല, ഒരു ഭരണാനുകൂല തരംഗമാണ് ആഞ്ഞു വീശുന്നതെങ്കിൽ സ്വാഭാവികമായും MP രാജേഷിന് കഴിഞ്ഞ കുറി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. കഴിഞ്ഞ തവണ നോക്കൂ, 99 സീറ്റുമായി LDFന് വലിയ ഭരണ അനുകൂല തരംഗം ഉണ്ടായൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ പോലും 3000-ന് താഴെ ഭൂരിപക്ഷം മാത്രമാണ് MP രാജേഷ് ലഭിച്ചതുകൊണ്ട് ഇക്കുറി അതില്ല. അതുകൊണ്ട് ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവിടെ VT ബൽറാം